ഹായ് എവരിവൺ, ഞാൻ ഷിബു ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കെസ്റ്റർ എന്ന പാട്ടുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹവുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അദ്ദേഹവുമായി നേരിട്ട് ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഓക്കെ, അപ്പോൾ കെസ്റ്റർ സാറിനെ കുറിച്ചുള്ള അനുഭവം ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാം. കെസ്റ്റർ എന്ന പാട്ടുകാരനിലുപരി അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് എനിക്ക് പരിചയമുണ്ട്, നല്ല ഇടപഴകിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് അനുഭവം പറയുമ്പോൾ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അദ്ദേഹവുമായിട്ടുള്ള കോണ്ടാക്റ്റ് എങ്ങനെയാണെന്ന് ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ പലരും ചോദിക്കാതിരിക്കില്ല, പലർക്കും മനസ്സിൽ തോന്നും. അത് പറയാം. ഞാൻ 10ാം ക്ലാസ് എൻ്റെ ഓണപരീക്ഷയുടെ കാലഘട്ടമാണ്. കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിലെ ഓണപരീക്ഷയുടെ കാലഘട്ടം. അന്ന് ഉച്ചയ്ക്കായിരുന്നു ഞങ്ങൾക്ക് എക്സാം. ആ ഉച്ചയ്ക്കുള്ള എക്സാം കഴിഞ്ഞ് ഞാൻ എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയി ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ടൈമിൽ എൻ്റെ കൂട്ടുകാരുടെ അമ്മ. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, എന്താ ഷിബു ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കെസ്റ്റർ സാറിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് എന്നൊക്കെ ഞാൻ അവരോടങ്ങ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് അവർ കെസ്റ്റർ സാറിനെ എങ്ങനെ അറിയാം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, കെസ്റ്റർ സാറിൻ്റെ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്, നിനക്ക് വേണോ? അവരെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കിട്ടിയാൽ കൊള്ളാം, അത് അന്വേഷിക്കുകയാണ് ഞാൻ. അങ്ങനെ അവരെനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എക്സാം ഹാളിൻ്റെ അകത്തേക്ക് വീണ്ടും കയറി. ഞങ്ങളുടെ റിസോഴ്സ് റൂമാണത്, അവിടേക്ക് കയറി. അങ്ങനെ എനിക്ക് ആ നമ്പർ ഓണ വെക്കേഷൻ ടൈമിലാണ് ലഭിച്ചത്. അപ്പോൾ ഇത് ലഭിക്കുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചു, ദൈവമേ, നമ്മളങ്ങാണ്ട് വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന്. അപ്പോൾ എനിക്ക് ചെറിയൊരു ഭയമുണ്ടായിരുന്നു അദ്ദേഹത്തെ വിളിക്കാൻ. ഞാൻ പിന്നെ ചെറുതായിട്ടൊന്ന് മടിച്ചു. നമ്മളാരായാലും മടിക്കുമല്ലോ. അപ്പോൾ ചെറുതായിട്ടിങ്ങനെ മടിക്കുന്ന ടൈമിൽ പിന്നെ എനിക്ക് എവിടെ നിന്ന് ധൈര്യം വന്നെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, വിളിക്കാം, നമ്മളൊക്കെ ആരാധിക്കുന്നൊരു വ്യക്തിയല്ലേ അത്, നമ്മളൊക്കെ അവരുടെ ആരാധകരല്ലേ, നമ്മൾ വിളിക്കണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വിളിക്കാനായിട്ടിങ്ങനെ ഒരുങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, നിങ്ങൾ വരുന്നോ കെസ്റ്ററിനെ വിളിക്കാൻ? ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വരുന്നില്ലടാ. ഞാൻ പറഞ്ഞു, നിങ്ങൾ വരുന്നില്ലെങ്കിൽ വേണ്ട. അപ്പോൾ അവർ ആദ്യം പറഞ്ഞു, ഞാൻ ബസ്സിലാണ് ഇരിക്കുന്നത്, ഞങ്ങൾ ബസ്സിൽ ഇരിക്കുവാണെന്ന് അവർ രണ്ടുപേരും പറഞ്ഞു. എൻ്റെ 2 കൂട്ടുകാരാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ നീ ശരി വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങ് ഒറ്റയ്ക്കാണ് വിളിച്ചത് അവസാനം. അങ്ങനെ ഞാൻ പാട്ടുകാരൻ കെസ്റ്റർ എന്നാണ് നമ്പർ സേവ് ചെയ്തിട്ട്. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം കോൾ എടുത്തു. അയാൾ യെസ് എന്ന് പറഞ്ഞു. ഹലോ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരാണ്? ഞാൻ പറഞ്ഞു, സാർ എൻ്റെ പേര് ഷിബു എന്നാണ്, എൻ്റെ വീട് പൊഴിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പൊഴിയൂർ, അതെവിടെ സ്ഥലം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തിരുവനന്തപുരം ജില്ലയിൽ. അത് ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൊഴിയൂർ. അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാട്ടിൻ്റെ പായാണോ? അദ്ദേഹത്തെ അറിയത്തില്ലല്ലോ ഈ പൊഴിയൂർ എന്ന സ്ഥലം, അദ്ദേഹം കേട്ട് കാണുകയില്ല ഒരു പക്ഷേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ സാർ, പൊഴിയൂർ തന്നെയാണ്. അങ്ങനെ വരുന്ന വഴിയിൽ ഞാൻ പറഞ്ഞു, സാറിൻ്റെ ഫാനാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് യേശുവിൻ അമ്മേ മാതാവേ എന്ന് പറയുന്ന ഗാനം
ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എനിക്ക് പാടിത്തന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞു, കൊള്ളാം സാർ, അടിപൊളി. ഞാനും ഒരു പാട്ട് പാടി കൊടുത്തു. പുള്ളി അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുള്ളി നല്ല രീതിയിലാണ് സംസാരിച്ചത് എന്നോട്. നല്ലൊരു മനുഷ്യനാണ്, നല്ല രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. അങ്ങനെ ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ തിരക്കാണ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ സാർ AR റഹ്മാൻ സാറിൻ്റെ കൂടെ AR റഹ്മാൻ്റെ സാറിൻ്റെ ഒക്കെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ഈ യാഗവേദി എന്നെ എന്ന് പറയുന്ന പാട്ടും കൂടി ഞാൻ അദ്ദേഹത്തിനോട് പാടാൻ പറഞ്ഞു. അദ്ദേഹം എനിക്ക് പാടിത്തന്നു. അവസാനമായിട്ട് ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ എന്ന പാട്ട് കൂടി പാടാൻ പറഞ്ഞു. അതേപോലെ ഇനി മതി മോനെ, എനിക്കിപ്പോൾ ടൈമില്ല, ഞാൻ എന്തായാലും വിളിച്ചതിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തപ്പോൾ എന്താണെന്നറിയത്തില്ല, ഒരു സന്തോഷം നമുക്ക്, കാരണം എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം കെസ്റ്റർ സാറുമായിട്ട് സംസാരിക്കാൻ സാധിച്ചല്ലോ, അദ്ദേഹമായിട്ട് ഇടപഴകാൻ സാധിച്ചല്ലോ എന്ന്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ വീണ്ടും വിളിച്ചു. എൻ്റെ കൂട്ടുകാരിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഒരു പാട്ട്. അപ്പോൾ അതേ എനിക്ക് സാധാരണ സ്വാഭാവികമായിട്ട് തിരക്കിലിരിക്കുന്ന ആളെ നമ്മൾ വിളിച്ച് ശല്യം ചെയ്താൽ നമുക്ക് സ്വാഭാവികമായിട്ടൊരു വഴക്ക് കിട്ടും, ആരുടെ കയ്യിൽ നിന്നായാലും. ചിലപ്പോൾ അവർ തിരക്കാണെന്ന് പറയാം. പക്ഷെ ഇദ്ദേഹം പെട്ടെന്ന് വഴക്ക് പറഞ്ഞു, അത് പറ്റില്ല ശുഭു എന്ന്. അപ്പം എനിക്ക് മനസ്സിലായി ഇദ്ദേഹം നമ്മളോട് സ്നേഹം കൊണ്ടാണ് വഴക്ക് പറയുന്നത്. കാരണം ആ സമയത്ത് പുള്ളി എൻ്റെ പേര് പഠിച്ചു വെച്ചു, എൻ്റെ നമ്പരും പുള്ളി സേവ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എപ്പോൾ വിളിച്ചാലും എന്താണ് ഷിബു എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നോട് നല്ല രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ സംസാരിച്ചിങ്ങനെ വന്നപ്പോൾ അങ്ങനെ പിന്നെ അന്നത്തോടുകൂടി ഞാൻ കുറേ ദിവസം വിളിക്കാതെയായി. അന്ന് ആ വഴക്ക് കിട്ടിയ ശേഷം പിന്നെ ഈ കഴിഞ്ഞ മാസം ഞാൻ ഒരു പാട്ടിൻ്റെ ഡൗട്ട് ചോദിക്കാൻ വിളിച്ചപ്പോൾ പുള്ളി കോളെടുത്തു. ആശിഫ് പറയൂ, എന്താണ് വിശേഷം? ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ഒന്നുമില്ലായ്മയിൽ നിന്നുമെനെ എന്ന ഗാനത്തിൻ്റെ വരിയിൽ ഇത്തിരി ഡൗട്ടുണ്ടെന്ന് ചോദിച്ചു. ഒരു വരി ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചോദിച്ചു. ഒരുമാതിരി ചെറുതായിട്ട് പേടിച്ചൊക്കെയാണ് ചോദിച്ചത്. കാരണം അന്ന് ഒരു ദിവസം എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ പുള്ളി പാടിയില്ല, വഴക്കാൻ തന്നു. അപ്പോൾ ഇനി അതുപോലെ വഴക്കൊല്ലം തന്നാലും. അങ്ങനെ പുള്ളി എനിക്ക് പറഞ്ഞു തന്നു, ഇങ്ങനെയാണ് ഡൗട്ട്, ഈ വരിയിലാണ് ഡൗട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചു വന്നപ്പോൾ എന്താ പറയുക, നല്ലൊരു രീതിയിൽ പുള്ളി എനിക്കത് പറഞ്ഞു തന്നു. എന്നിട്ട് പുള്ളി ചോദിച്ചു, നിങ്ങളിപ്പോൾ പ്രോഗ്രാം സ്ഥലത്ത് നിൽക്കുകയാണോ? അപ്പോൾ നല്ല സാർ, ഞാൻ വീട്ടിലാണ്, ഞാൻ പ്രോഗ്രാമിന് പോകും. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ പുള്ളിയോട് ചോദിച്ചു, സാറിൻ്റെ പാട്ടുകളൊന്നും ഇപ്പോൾ ഇറങ്ങുന്നില്ലല്ലോ, പാട്ടുകൾ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് പാട്ടുകൾ കിട്ടുന്നുണ്ട് ഷിബു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അത് അറിയുന്നില്ലല്ലോ, കാരണം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ പാട്ട് അതിലാണ് ഇറങ്ങുന്നത്, പിന്നെ വേറെ ആൾക്കാർ വിളിക്കുന്നത്, അങ്ങനെ അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, എനിക്ക് തിരക്കുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അതിനു മുമ്പ് ആ വരി ഒന്നും കൂടെ എന്നോട് പാടാൻ പറഞ്ഞു. അപ്പം ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ എന്ന് പാടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൊള്ളാം, അങ്ങനെയാണ് അതാണ്. ആദ്യം കൂടി ചോദിച്ചു, നിങ്ങൾക്ക് റെക്കോർഡിങ് കേട്ടാൽ മനസ്സിലാകത്തില്ലേ? ഞാൻ പറഞ്ഞു, സാർ റെക്കോർഡിങ് കേൾക്കുന്ന പോലെ അല്ലല്ലോ സാർ ഒരാൾ നേരിട്ട് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ലാസ്റ്റ്, ഞാൻ തിരക്കിലോട്ട് കയറുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വച്ചു. അപ്പോൾ ഇതാണ്
കെസ്റ്റർ സാറുമായിട്ടുള്ള എൻ്റെ അനുഭവം. ഇനിയും അനുഭവങ്ങളുണ്ട്. അപ്പോൾ എന്തെങ്കിലും അനുഭവങ്ങൾ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ എൻ്റെ അടുത്ത അനുഭവം കൂടി പറയാം. എല്ലാം കൂടി പറയാൻ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ ഇതാണ് കെസ്റ്റർ സാർ എന്ന മനുഷ്യൻ. അദ്ദേഹം പാട്ടുകാരൻ എന്ന ഉപരി അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്നുള്ള കാര്യം ഞങ്ങൾ വ്യക്തമാക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.